പടിഞ്ഞെത്താം ചർച്ചയിലേക്ക്. സുനിൽ, ഇല അടരുമോ? കേരള കോൺഗ്രസിന്റെ ഈ രണ്ടില ചിഹ്നം എന്ന് പറയുന്നത് പ്രത്യേക തരം ഒരു ചെടിയുടെ രണ്ടിലയാണ്. അതിങ്ങനെ അടർന്നു പോയാലും വീണ്ടും ചേരുന്ന ഇലയാണ്. അത് കേരള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അതിങ്ങനെ എത്രയോ കാലം പിളർന്ന് ഓരോ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഓരോ മുന്നണികളുടെ ഭാഗമാകുകയും ചെയ്ത ചരിത്രമാണ് കേരള കോൺഗ്രസിന്റെ ഈ 64 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. പാർട്ടി രൂപീകരിച്ച് 13ാമത്തെ വർഷം പിളർന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അന്ന് ബാലകൃഷ്ണപിള്ള വേറെ പാർട്ടി ഉണ്ടാക്കി പോയി, കെ എം മാണി വേറെ പാർട്ടി ഉണ്ടാക്കി, പിന്നീട് വീണ്ടും പിളർന്നു, ജോസഫ് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി. ഈ 3 നേതാക്കളും 82-ൽ കെ കരുണാകരന്റെ കൂടെ ഒരേ മന്ത്രിസഭയിൽ തുടരുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം TM ജേക്കബ് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി. അങ്ങനെ കേരള കോൺഗ്രസിന്റെ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഈ വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന് കെ എം മാണി പറഞ്ഞതുപോലെ ഉള്ള ഒരു പിളർപ്പിനുള്ള ഒരു ശേഷി ഇന്നത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് വലിയ ശ്രമം ജോസ് കെ മാണിയെ UDF എത്തിക്കാൻ നടത്തുകയാണ്. അതിന് സോണിയാഗാന്ധിയെ വരെ ഇടപെടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഏത് വിധേനയും UDF കൊണ്ടുവരേണ്ടത് രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ആവശ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF നേട്ടമുണ്ടാക്കി. നമുക്കറിയാം, ഈ കോട്ടയത്തായാലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള, കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDFും ഒക്കെ തന്നെ നേട്ടമുണ്ടാക്കി. വലിയ തകർച്ച നേരിട്ടത് കേരള കോൺഗ്രസ് മാണിക്കാണ്, ജോസ് കെ മാണിക്കാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായും കോൺഗ്രസിന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ ആത്മവിശ്വാസം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനില്ല. ആ ആത്മവിശ്വാസ കുറവാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ ഏത് വിധേനയും UDF കൊണ്ടുവരാനുള്ള ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജോസ് കെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയെ UDF കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 20 സീറ്റിലധികം ഒരു വിജയിക്കാവുന്ന ആത്മവിശ്വാസം UDF വരും. അത് ഈ കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും അല്ലെങ്കിൽ ഇടുക്കിയിലായാലും ഇപ്പോൾ എറണാകുളത്തിന്റെ ചില മേഖലകളിലായാലും ഒരുപക്ഷെ UDF നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. നോക്കൂ, 2021 തെരഞ്ഞെടുപ്പിൽ 90-ലധികം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ കിട്ടിയത് 21 സീറ്റാണ്. ആ 21 സീറ്റിൽ നിന്ന് 60 സീറ്റെങ്കിലും നേടാൻ കോൺഗ്രസിന് മാത്രമായി സാധിക്കുകയും മറ്റ് ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ, UDF സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണിത്. തീർച്ചയായും ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ തിരിച്ചു പിടിക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, പാലാ സീറ്റിന്റെ കാര്യത്തിൽ ജോസ് കെ മാണി എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാം എന്നൊരുപക്ഷെ UDF തീരുമാനിച്ചാൽ മാണി സി കാപ്പൻ നേരെ LDF ചേരും. അവിടെ മാണി സി കാപ്പൻ വീണ്ടും LDF നിന്നുകൊണ്ട് പാലയിൽ മത്സരിച്ചാൽ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF വരാനുള്ള എന്തെങ്കിലും സാധ്യതയുള്ളൂ. ആ ഉപാധികൾ അംഗീകരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പവുമാകില്ല. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടുവീഴ്ച വരുത്തണം. അപ്പോൾ അതൊക്കെ തന്നെ ചർച്ചകളിലൂടെ കോൺഗ്രസിന് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസ കുറവിന്റെ കൂടി ഭാഗമായിട്ടാണ്. അതുതന്നെയാണ് നമ്മൾ കൊല്ലത്ത് കണ്ടത് ഐഷ പോറ്റിയുടെ കാര്യത്തിൽ. നോക്കൂ, ഐഷ പോറ്റി എന്ന് പറയുന്നത് കൊല്ലത്ത് CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. വളരെ മികച്ച ജനപ്രതിനിധിയായിരുന്നു. ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള ഒരു അധികായനെ തറ പറ്റിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു നേതാവാണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആദ്യം. അതിനുശേഷം പിന്നീട് തുടർച്ചയായി 3 തവണ കൊട്ടാരക്കരയിൽ വിജയിച്ചു വന്ന നേതാവാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കുറെ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായാണ് KN ബാലഗോപാലിനെയൊക്കെ തന്നെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം അന്ന് എടുത്തത്. ഏതായാലും അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായി പിന്നീട് ഐഷ പോറ്റി പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 78 ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഐഷ പോറ്റി പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും ഐഷ പോറ്റി വിട്ടുനിന്നു.
കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഐഷ പോറ്റി വിട്ടുനിന്നു. കൊല്ലത്താണ് ഇത്തവണ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. പ്രധാനപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ ആ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഐഷ പോറ്റി വിട്ടുനിന്നു. അപ്പോൾ ഇങ്ങനെ ഐഷ പോറ്റി പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏത് നിമിഷവും ഐഷ പോറ്റി മറ്റ് പാർട്ടികളിലേക്ക് പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ CPM കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, കൊട്ടാരക്കരയിൽ അവിടെ KN ബാലഗോപാലായിരിക്കാം ഒരുപക്ഷെ ഇനിയും സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു നേതാവിനെ നേരിടാൻ കോൺഗ്രസിനകത്ത് ശക്തനായ ഒരു എതിരാളിയില്ല, കോൺഗ്രസിനകത്ത് ശക്തമായ ഒരു നേതാവില്ല എന്നതാണോ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്? അപ്പോൾ ഐഷ പോറ്റിയെ കൊണ്ടുവന്ന് ഇനി കോൺഗ്രസ് ചിഹ്നത്തിൽ അവിടെ KN ബാലഗോപാലിനെതിരെ സ്ഥാനാർത്ഥിയാക്കിയാലേ അവിടെ വിജയിക്കാൻ കഴിയൂ എന്നതാണോ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്? അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കൈ, വിജയത്തിന്റെ മേൽക്കൈ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസവും കേരളത്തിൽ നൽകുന്നില്ലേ? ഇതാണോ കോൺഗ്രസിന്റെ വിസ്മയം എന്ന് പറയുന്നത്? ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്ന വിസ്മയമുണ്ട്. എന്താണ് വിസ്മയം? ഉത്തരേന്ത്യയിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നോക്കിയാൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി BJP-യിലേക്ക് പോവുകയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, അതിന് പിന്നാലെ ജിതൻ പ്രസാദ് പോയി, RPN സിംഗ് പോയി, ഗുലാം നബി ആസാദ് പോയി, കപിൽ സിബൽ പോയി, അങ്ങനെ തുടങ്ങി എത്ര നേതാക്കളാണ്. കപിൽ സിബലും അതുപോലെ ഗുലാം നബി ആസാദും BJP-യിൽ പോയില്ല. മറ്റെല്ലാ നേതാക്കളും അശോക് ചവാനെ പോലുള്ള എല്ലാ നേതാക്കളും BJP-യിലേക്കാണ് പോയത്. അപ്പോൾ അതേ രാഷ്ട്രീയമാണ്. എന്തിനാണ് BJP ഉത്തരേന്ത്യയിൽ ഈ രാഷ്ട്രീയ നീക്കം നടത്തിയത്? കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസം തകർക്കുക എന്നത്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് പോലും കോൺഗ്രസിൽ വിശ്വാസമില്ല എന്നത് കോൺഗ്രസിനെതിരെയുള്ള ഒരു ജനവികാരമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് അവിടെ BJP ഉത്തരേന്ത്യയിൽ നടത്തിയത്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം പിടിച്ചത് അങ്ങനെയല്ലേ? അവിടെ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് ഇളക്കിക്കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ സർക്കാരുകളെല്ലാം BJP പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തിയതെങ്കിൽ അതിന് സമാനമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് കേരളത്തിൽ നടത്തുന്നത്. ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ CPM-ന്റെയും വിശ്വാസ്യത ഇടിക്കുക, അപ്പോൾ അവിടെ നിൽക്കുന്ന നേതാക്കളെയൊക്കെ അടർത്തി കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പാർട്ടികളെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുക. ഇപ്പൊ ഐഷ പോറ്റിയുടെ കാര്യമല്ല, മുന്നണിയിൽ നിന്ന് പോയവരാണല്ലോ. ജോസ് കെ മാണി ഇവിടെ ആയിരുന്നല്ലോ, UDF-ൽ അവിടെ നിന്നാണ് LDF-ലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു വരാൻ ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. അത് മറക്കരുത്. ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്, വെറുതെ ഇറങ്ങിപ്പോയതല്ല. ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. അതല്ല, അതിനു മുമ്പ് സഭയിൽ നടന്നിരുന്ന കോലാഹലവും KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ നടന്നിരുന്ന കോലാഹലവും കസേര എടുത്തെറിയലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ BJP എടുക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അങ്ങനെ താരതമ്യം സാധ്യമാണോ? എനിക്ക് സംശയമുണ്ട് സുനിൽ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമല്ലേ? നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ മേൽക്കൈ ഉണ്ടായിട്ട് പോലും ആ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ കോൺഗ്രസിനും UDF-നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? നോക്കൂ, കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നിൽ നിന്നുകൊണ്ട് അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കിയില്ലേ? എന്തുകൊണ്ടാണ് UDF ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാത്തത്? അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവ് കോൺഗ്രസിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഇപ്പോൾ ഏത് വിധേനയും UDF-ലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കോൺഗ്രസിന്റെ വലിയ ആത്മവിശ്വാസ കുറവ് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നതാണ്. പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന ഈ രാഷ്ട്രീയത്തിന് സമാനമായ ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ UDF-ഉം കോൺഗ്രസും നടത്തുന്നത് ഒരു ശരിയായ സന്ദേശമായിരിക്കില്ല നൽകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.